ബംഗാൾ ഉൾക്കടലിൽ മൺസൂൺ ഡിപ്രഷൻ സംഭവിച്ചിരിക്കുകയാണ്. ഇതിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് മഴയിൽ വർധനവുണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ പറയുകയും ചെയ്യുന്നത്. പുതുക്കിയ മഴ മുന്നറിയിപ്പുകൾ വൈകാതെ തന്നെ പുറത്തിറങ്ങുകയും ചെയ്യും. കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിലെ വിവിധ ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സ്വാഭാവികമായും ഓറഞ്ച് അലർട്ടിലേക്കോ റെഡ് അലർട്ടിലേക്കോ പോകേണ്ട സ്ഥിതി ഇപ്പോൾ സംസ്ഥാനത്തില്ല എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നു. അത് അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വിവരം. ഇത് സ്വാഭാവികമായും അതിതീവ്ര ന്യൂനമർദ്ദമാകുന്നതോടുകൂടി നാളെ ഉച്ചയോടുകൂടി വടക്കൻ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിനും അതോടൊപ്പം പാരദ്വീപിനും സാഗർ ദ്വീപിനും ഇടയിലായി കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് IMD ഒരു അറിയിപ്പായി തന്നെ ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്വാധീന ഫലമായിട്ടായിരിക്കും അടുത്ത നാളുകളിൽ സംസ്ഥാനത്ത് കാര്യമായിട്ടുള്ള രീതിയിൽ മഴയിലൊരു പുരോഗതി ഉണ്ടാവുക. മഴയിൽ വർധനവുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ അതിന് സമാനമായിട്ടുള്ള ജാഗ്രത തുടരേണ്ട ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് നിലവിൽ തടസ്സങ്ങളൊന്നുമില്ല. അത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലും തുടരാം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരും. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ പുറപ്പെടുവിച്ചിട്ടുള്ള ഘട്ടത്തിൽ സ്വാഭാവികമായും ആളുകൾ അതിനെ കൂടി കരുതിയിരിക്കേണ്ട ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഏതായാലും അടുത്ത നാളുകളിലും സംസ്ഥാനത്ത് മഴ തുടരും. കർക്കിടക നാളുകൾ കൂടിയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്, ഓണനാളുകൾ കൂടിയാണ്. അപ്പോൾ കർക്കിടക നാളിലും അതോടൊപ്പം തന്നെ ഓണനാളുകളിലും മഴയുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. എല്ലാ കാലത്തും ഓണനാളുകളിൽ മഴ സംസ്ഥാനത്ത് കിട്ടാറുണ്ട്. അതിൻ്റെ അളവ് ഒരു പക്ഷേ കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ എന്നുള്ളത് ആ സമയത്ത് മാത്രമേ അറിയാനും കഴിയുകയുള്ളൂ. ഏതായാലും വടക്കൻ കേരളത്തിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. എന്നാൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും നിലവിൽ മഴയൊന്നും തന്നെ കാര്യമായി പെയ്യുന്നില്ല. പക്ഷേ അടുത്ത നാളുകളിൽ കിട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.